അപ്പൊ സന്തോഷത്തോടുകൂടെ നമുക്ക് യഥാർത്ഥ വിഷയം സംസാരിക്കാം. അപ്പൊ ഞാന് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ കോളടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അത് കെട്ടടങ്ങിയിട്ടില്ല, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വീണ്ടും വീണ്ടും ഓരോരുത്തർ കുത്തിപ്പൊക്കുന്നതുമായ ഒരു പ്രശ്നമാണല്ലോ ഈ അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടാകും. വേദപുസ്തകത്തിലും പല നിർവചനങ്ങളുണ്ട്. അത് എല്ലാ വാക്യങ്ങളും ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോസ്തോലൻ എന്ന പേരിന് ഒന്നാമത് അർഹനായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ട് യേശു ക്രിസ്തു അപ്പോസ്തോലനാണ്, അയക്കപ്പെട്ടവൻ, പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ ഒന്നാമത്തെ അപ്പോസ്തോലൻ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പലരെയും നിയോഗിച്ചയച്ചു. അങ്ങനെയുള്ളവർക്കാണ് അപ്പോസ്തോലന്മാർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഈ അപ്പോസ്തോലന്മാർ എന്നുള്ള ഗണത്തിൽപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് കുറച്ചു സമയം മാത്രമേ സംസാരിക്കുള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത തുടർച്ചയായിട്ടുള്ള ഇത് 2, 3, 3, 4 ഭാഗങ്ങളായി സംസാരിക്കണമെന്നാണ് ആഗ്രഹം. ധാരാളം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതാരെയും വെട്ടാനും മുറിക്കാനും കുത്താനും ആരെയും ദേഹോപദ്രവം ചെയ്യാനും മാനസികമായി തകർക്കാനോ കുറ്റം പറയാനോ ഒന്നും അല്ല ഇത് സംസാരിക്കുന്നത്. സത്യം മനസ്സിലാക്കാൻ, യഥാർത്ഥ സത്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തോലൻ യേശു ക്രിസ്തു ഒന്നാമതായി അപ്പോസ്തോല സ്ഥാനത്ത് നിൽക്കുന്നു. രണ്ടാമതായി കർത്താവായ യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണ് അപ്പോസ്തോലന്മാർ. 12 ശിഷ്യന്മാരെ കർത്താവ് വേർതിരിച്ചു. അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേരിട്ടു. അപ്പോസ്തോലന്മാർ എന്ന് പേരിട്ടു. അവരുടെ പേരാണ് അപ്പോസ്തോലൻ. അങ്ങനെയാണ് അപ്പോസ്തോലൻ എന്നുള്ള പേര് മനുഷ്യർക്ക് ലഭിച്ചത്, കർത്താവ് ഇട്ടത് കൊണ്ടാണ്. അങ്ങനെ 12 പേരെ വേർതിരിച്ച് അവർക്ക് അധികാരങ്ങൾ കൊടുത്തു. യേശു കർത്താവ് ആ കാലത്ത് എന്തെല്ലാം പ്രവർത്തിച്ചോ അതൊക്കെ പ്രവർത്തിക്കാനുള്ള അധികാരം, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള അധികാരങ്ങൾ കൊടുത്തു. അവരെ അയച്ചു, അവരത് പ്രവർത്തിച്ചു. പക്ഷെ അവർ ചെന്ന ഉടനെ മരിച്ചവരെയൊക്കെ പിടിച്ച് ജീവിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവർ മാനസാന്തരം പ്രസംഗിച്ചു. യോഹന്നാൻ സ്നാപകനും മാനസാന്തരം പ്രസംഗിച്ചു. യേശു കർത്താവും മാനസാന്തരം പ്രസംഗിച്ചു. തന്റെ ശിഷ്യന്മാരെ മാനസാന്തരം പ്രസംഗിക്കാൻ നിയോഗിച്ചയച്ചു. ആദ്യത്തെ ഗണത്തിൽപ്പെട്ട അപ്പോസ്തലന്മാർ 12 പേർ മാനസാന്തരം പ്രസംഗിച്ചു. ആ കൂട്ടത്തിൽ ഇവർ മാനസാന്തര സന്ദേശം പ്രസംഗിക്കുമ്പോൾ കർത്താവ് അവരോട് കൂടെ ഇരുന്നു. അവരിൽ കൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ജീവിപ്പിക്കുക തുടങ്ങിയ വിവിധങ്ങളായ പ്രവൃത്തികൾ കർത്താവ് അവരിൽ കൂടെ ചെയ്തു. അവരതെല്ലാം നിവർത്തിച്ച് സന്തോഷത്തോടെ തിരിച്ചു വന്ന് കർത്താവിന് റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കർത്താവ് ഒരു 70 പേരെ കൂടെ നിയമിച്ചു. അവരെ കർത്താവ് പറഞ്ഞയച്ചത് കൊണ്ട് അവരും അപ്പോസ്തലന്മാരാണ്. ഒരു 70 പേർ അവരും വന്ന് ഇതേപോലെ തന്നെ നല്ല ഒരു റിപ്പോർട്ട് യേശു കർത്താവിന്റെ മുന്നിൽ സമർപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട ആളുകളെ അപ്പോസ്തലന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഈ അപ്പോസ്തലന്മാരിൽ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അപ്പോസ്തലനായ പൗലോസാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് പ്രത്യേകമായി കൊണ്ടുവരുന്നത്, ഒരാൾ ഒരു അപ്പോസ്തലൻ എന്ന് പറയുന്നെങ്കിൽ അയാൾക്കൊരു ദൈവ നിയോഗം ഉണ്ടാകും. അയാളെ ദൈവം നിയോഗിച്ച് അയക്കുന്ന ആരായാലും ദൈവത്താൽ അയക്കപ്പെട്ടവർ അപ്പോസ്തലൻ. അവരുടെ ശുശ്രൂഷകളിൽ കൂടെയാണ് ഇവർ അപ്പോസ്തലന്മാരാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകാം. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ദൈവത്താൽ അയക്കപ്പെടാത്തവരും ഞാൻ അപ്പോസ്തലനാണെന്ന് നെയിം ബോർഡും വെച്ച്, ഞാൻ അപ്പോസ്തലനാണെന്ന് വീമ്പിളക്കി പല വിഡ്ഢിത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ എഴുന്നള്ളിപ്പിച്ച് സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങോട്ട് എയറിലോട്ട് കയറുന്ന പരിപാടികൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ചിലരൊക്കെ എയറിൽ കയറിയിട്ട് അവർക്ക് താഴോട്ട് ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്നവരുമുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് ആരെയും കളിയാക്കാനോ വിമർശിക്കാനോ അല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ ദൈവത്താൽ അയക്കപ്പെടാത്തവനും അപ്പോസ്തോലൻ എന്ന പേരിൽ നമ്മുടെ ഈ വിശ്വാസ ഗോളത്തിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആരാ ദൈവത്താൽ അയക്കപ്പെട്ട അപ്പോസ്തോലൻ? ചില കമന്റുകളൊക്കെ ഞാൻ ഇതിനു മുമ്പേ വായിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലാകും ആരാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആൾ? അല്ലെങ്കിൽ ആരാണ് ഈ ബൈബിൾ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, ആരാണ് അപ്പോസ്തോലൻ,
ആരാണ് കള്ള അപ്പോസ്തലൻ? അപ്പൊ കള്ളന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നത് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിപ്പോ തൽക്കാലം അപ്പോസ്തലൻ എന്നുള്ള പേരിൽ മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോ യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 14 ലേഖനങ്ങളിൽ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമെന്ന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ വേദപുസ്തകത്തിൽ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയുന്നില്ല, പല ഭാഷാന്തരങ്ങളിലും വേദപുസ്തകത്തിൽ എബ്രായ ലേഖനത്തിന്റെ പിതൃത്വം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ആരാണ് എഴുതിയതൊന്നും അറിയത്തില്ല, ആരാ വന്നതാണോ പോയതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സത്യമായതുകൊണ്ട് നമ്മളത് അംഗീകരിച്ചു കൊണ്ടുപോകുന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ പറഞ്ഞ എല്ലാ ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് അവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ, ഓരോ സഭകൾക്കും ലേഖനം എഴുതുമ്പോൾ അവരെ പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനായ പൗലോസ്, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ചുപേർ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തു. നീ അപ്പോസ്തലനാണെന്ന് ആരാണ് പറഞ്ഞത്? അതാണ് അവരുടെ സംശയം. അവർക്ക് പൗലോസിനേക്കാൾ അപ്പോസ്തലനായി ബോധിച്ചത് അപ്പൊല്ലോസിനെയാണ്, അല്ലെങ്കിൽ മറ്റു പലരെയുമാണ്. അപ്പോൾ അവർ പൗലോസിനെ പതുക്കെ അങ്ങോട്ട് തഴയാൻ തുടങ്ങി. ഈ പൗലോസിനെ തഴയാൻ തുടങ്ങുന്ന ഈ സമയത്ത് പൗലോസിന്റെ കയ്യാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. പൗലോസാണ് അവരെ ആത്മീയമായി വളർത്തിയത് വർഷങ്ങളോളം. പൗലോസാണ് അവർക്ക് ദൈവിക ഉപദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ ശരിക്കും അവരുടെ സ്വന്തം കാലിൽ അവരെ നടക്കുമാറാക്കി വിശ്വാസത്തിൽ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ നല്ല അക്ഷരാഭ്യാസവും നല്ല വാക്ചാതുര്യമൊക്കെ ഉള്ള ഒരു പ്രസംഗം കിട്ടിയപ്പോൾ ഈ പുള്ളിയെ വേണ്ട എന്ന് വിചാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് തനിക്ക് ഖണ്ഡിതമായി അവരോട്, ഞാനാണ് അപ്പോസ്തലൻ, ഞാൻ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്, എനിക്ക് അപ്പോസ്തലത്വം തന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഔദാര്യത്തിലല്ല, കർത്താവായ യേശുക്രിസ്തുവിന് എന്നോട് തോന്നിയ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ അപ്പോസ്തലനായിരിക്കുന്നത്, എന്നെ നിങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഖണ്ഡിതമായി തന്റെ എല്ലാ ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് താൻ വളരെ ഗൗരവതരമായി പറഞ്ഞത് കൊരിന്ത്യന്മാർക്ക് എഴുതിയ ലേഖനവും പിന്നെ ഗലാത്യന്മാർക്ക് എഴുതിയ ലേഖനത്തിലും അതിശക്തമായി തന്റെ അപ്പോസ്തലത്തിൽ താൻ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഗലാത്യരോട് സംസാരിക്കുമ്പോൾ തന്നെ പൗലോസ് പറയുന്നത്, മനുഷ്യരാലുമല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, യേശു ക്രിസ്തുവിനാൽ അത്രേ അപ്പോസ്തലനായവൻ. അപ്പൊ ഒരുത്തൻ അപ്പോസ്തലനാകുന്നത് യേശു ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെടുമ്പോഴാണ് യേശുവിന്റെ അപ്പോസ്തലനാകുന്നത്. അപ്പൊ ഇനി ഒരുത്തൻ യേശുവിന്റെ അപ്പോസ്തലനാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ചില വാക്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാം. ഒരു അപ്പോസ്തലൻ യഥാർത്ഥത്തിൽ അവൻ യേശുവിന്റെ അപ്പോസ്തലനാണെന്ന് എങ്ങനെ അറിയാം? നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേദപുസ്തകം തുറന്ന് നിങ്ങളത് വായിച്ചു നോക്കണം. ഇത് ഞാൻ പ്രസംഗിക്കാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. എങ്കിലും അതിന്റെ ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ. അപ്പോസ്തലന്റെ ലക്ഷണം പൂർണ്ണ സഹിഷ്ണുതയിലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടല്ലോ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്ന ധാരാളം അപ്പോസ്തലന്മാർ ഇന്നുമുണ്ട്. അതുകൊണ്ട് അവർ യേശുവിന്റെ അപ്പോസ്തലന്മാരെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. കാരണം അതിന്റെ ഇപ്പുറത്ത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? പൂർണ്ണ സഹിഷ്ണുത. ഈ പൗലോസിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉടനീളം പഠിച്ച യേശുക്രിസ്തുവിന് വേണ്ടി എന്തുമാത്രം സഹനങ്ങളാണ് താൻ ഏറ്റെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പീഡനങ്ങൾ എന്ന് വേണ്ട മരണത്തോളം ആയി പോകുന്ന രീതിയിലുള്ള ഒരുപാട് കഷ്ടങ്ങൾ താൻ സഹിച്ചു. ഇതെല്ലാം എന്ത് ചെയ്തു? സഹിച്ചു. ഒരു അപ്പോസ്തലൻ ഒന്നാമതായി പൂർണ്ണ സഹിഷ്ണുതയുള്ളവനായിരിക്കണം. ഇങ്ങനെ പൂർണ്ണ സഹിഷ്ണുത ഉള്ളവനായി ഇരുന്നു കൊണ്ടാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ചെയ്യുന്നത്. നമ്മളിവിടെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്റെ മനസ്സിൽ ചിന്തിച്ച ചില കാര്യങ്ങളാണ്. ഇവിടെ ധാരാളം അപ്പോസ്തലന്മാരെ സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലാതെയൊക്കെ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് ക്ഷമിക്കുക എന്നൊരു പരിപാടിയില്ല. എനിക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട്. പല അപ്പോസ്തലന്മാരും എന്നോട് ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ശപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി.
എന്നാൽ എന്നാൽ ഒരു അപ്പോസ്തലന്റെ ലക്ഷണം എന്താണ്? യഥാർത്ഥ അപ്പോസ്തലന്റെ ലക്ഷണം എന്താണ്? അത് സഹിക്കുക എന്നുള്ളതാണ്. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതിന്റെ അനന്തരം പൗലോസിന് കിട്ടിയ ഏറ്റവും വലിയ സഹനം എന്തെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ? അമ്മാര് തള്ളി കല്ലെറിഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് പട്ടണത്തിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതൊക്കെ പൗലോസ് സഹിച്ചു. എന്നിട്ട് സഹോദരന്മാരെല്ലാം കൂടി നിൽക്കുന്നതിനിടയ്ക്ക് പൗലോസ് എഴുന്നേറ്റ് വീണ്ടും പട്ടണത്തിലേക്ക് പോയി. അവിടെ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോയി വീണ്ടും സുവിശേഷം പ്രസംഗിച്ചതായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്നാ പിന്നെ നിനക്ക് ഞാൻ കാണിച്ചു തരാമടാ എന്ന് പൗലോസ് പറഞ്ഞതായിട്ട് ഒരു രേഖയില്ല. പൗലോസ് അപ്പുറത്തെ പട്ടണത്തിൽ പോയി ചന്തയിലുള്ള ഏതെങ്കിലും 5-6 റൗഡികളെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ തന്നെ കല്ലെറിഞ്ഞവർക്കിട്ട് പണി കൊടുക്കാനൊന്നും പൗലോസ് മെനക്കെട്ടതായിട്ട് ഒരു രേഖയുമില്ല. പകരം പൗലോസ് പറയുന്നു പൂർണ്ണ സഹിഷ്ണുത. അവരെ കല്ലെറിഞ്ഞവരെ ശപിച്ചില്ല, കല്ലെറിഞ്ഞവരുടെ യാതൊരു സാധനങ്ങളും ബ്ലോക്ക് ചെയ്തില്ല. അവരുടെ മുമ്പിൽ ഞാൻ അപ്പോസ്തലനാണോ അല്ലയോ നീ ഇപ്പൊ കാണിക്കാമടാ എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളിയും നടത്തിയില്ല. പകരം എന്താണ്? പൂർണ്ണ സഹിഷ്ണുത. അപ്പൊ യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട എല്ലാ അപ്പോസ്തലന്മാരും ഈ സഹിഷ്ണുതയുടെ കാര്യത്തിൽ അവരുടെ പ്രാണൻ വെച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രത്തോളം പ്രാണത്യാഗത്തോളം അവർ സഹിഷ്ണുതയുള്ളവരായിരുന്നു. അങ്ങനെയുള്ള അവരിൽ കൂടെ ഒന്നാമത് തന്നെ പൗലോസിനെ കർത്താവ് സുവിശേഷത്തിനായി വിളിക്കുമ്പോ തന്നെ അനന്യാസിനോടൊരു കാര്യം പറഞ്ഞതായിട്ട് അവിടെ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ. എന്താണെന്നറിയാമോ? എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കാനിരിക്കുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. അപ്പൊ പ്രസംഗിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആദ്യമായി സഹനശക്തി വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോസ്തലന്റെ ദൗത്യം. അതിനുവേണ്ടിയാണ് ഈ പുള്ളിയെ വിളിച്ചത്. ഈ സഹനശക്തികളെല്ലാം സഹിഷ്ണുത വെളിപ്പെടുത്തിയതിൽ കൂടെ വേണം യേശു ക്രിസ്തുവിനെയും കൂടെ വെളിപ്പെടുത്താൻ. എത്ര ചിന്തനീയമാണ്, എത്ര അത്ഭുതകരമാണ് ദൈവികമായ ഓരോ കാര്യങ്ങൾ. നോക്കൂ പ്രിയമുള്ളവരെ, അപ്പോൾ പൂർണ്ണ സഹിഷ്ണുത അത്യാവശ്യമാണ് ഒരു അപ്പോസ്തലന്. പൂർണ്ണ സഹിഷ്ണുത. ഈ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുതയേ ഗണേ പ്രിയ. നമ്മൾ പാടുന്നതല്ലാതെ പൂർണ്ണ സഹിഷ്ണുത പോയിട്ട് സഹിഷ്ണുത എന്നൊരു വാചകം പോലും നമ്മുടെ ചിന്തകളിലോ നമ്മുടെ വാക്കുകളിലോ വരുന്നില്ലല്ലോ. നമ്മുടെ സഭായോഗങ്ങളിലെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ, നമ്മുടെ കൺവെൻഷനുകളിലെ പ്രസംഗങ്ങൾ കേട്ടു നോക്കൂ. എവിടെയാ സഹിക്കണം സഹിക്കാം, നമുക്ക് സഹിക്കാം, നമുക്ക് മരണത്തോളം സഹിക്കാം എന്ന് ഏത് പാസ്റ്ററാ പ്രസംഗിക്കുന്നത്? അങ്ങനെ ഒരുത്തൻ പ്രസംഗിച്ചാൽ അവനെ അടുത്ത സ്റ്റേജിൽ ആരെങ്കിലും വിളിക്കുവോ? വിളിക്കത്തില്ല. പക്ഷെ അത് സത്യമല്ലേ? ഈ പുസ്തകത്തിൽ എഴുതിയ കാര്യമല്ലേ? ഇത് നമ്മൾ പാലിക്കേണ്ടതല്ലേ? എല്ലാവർക്കും പൂർണ്ണ സഹിഷ്ണുത ആവശ്യം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ആവശ്യം. ഒരുവൻ യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ അപ്പോസ്തലൻ എന്ന ഒരു സ്ഥാനം അലങ്കരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യനിൽ കാണേണ്ട ഒന്നാമത്തെ യോഗ്യത സഹിക്കാനുള്ള ശക്തി. ഏത് പൗലോസ് ഓരോ സഭയുടെ ചുമതലകൾ ഏൽപ്പിക്കുമ്പോഴെല്ലായിടത്തും ആദ്യം പറയുന്ന കാര്യം സഹിഷ്ണുതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ പൂർണ്ണ സഹിഷ്ണുതയാലും പിന്നെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വെളിപ്പെട്ടു വന്നല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നത് എന്നാണ്. പിന്നെ നിങ്ങൾ എന്തിനാ ധിക്കരിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ നിഷേധിക്കാൻ കഴിയത്തില്ലെന്ന് പൗലോസ് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് അവരെ മനസ്സിലാക്കാം. അവര് സഹിഷ്ണുതയുള്ളവരായിരിക്കും. പിന്നെ അവർക്ക് വേറെ ഗുണങ്ങളുണ്ട്, ധാരാളം ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ കുറിച്ച് ആണ് ഇനിയും ഒരു 10 മിനിറ്റ് കൂടെ സംസാരിച്ച് ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത അപ്പോസ്തലന്റെ ഒരു ഗുണം ആർദ്രത എന്നുള്ളതാണ്. എന്താണ് ആർദ്രത? എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളാരും താമസിരുന്നാലും തലകുത്തി നിന്നാലും ഇതൊന്നും നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ കിട്ടത്തില്ല, ഉറപ്പാണ്. ഒരുപാട് ഡിഗ്രികളുള്ള ഡോക്ടർമാർ പ്രസംഗിമാരാരും ഇതൊന്നും നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കത്തില്ല. അവരുടെയൊക്കെ ലെവൽ വേറെയാണ്. എന്നാൽ സത്യം ഞാൻ നിങ്ങളോട് പറയാം,
എന്താണ് ഒരു അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ? അതിൽ ഒന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഒരു അപ്പോസ്തോലിക ലക്ഷണം ആർദ്രത. തന്റെ പ്രയത്നത്താൽ, കർത്താവാണ് അതിന്റെ പിന്നിൽ, തന്നിൽ കൂടെ പ്രവർത്തിച്ച് രൂപീകൃതമായ സഭയിൽ കൂടി വരുന്ന എല്ലാ ജനങ്ങളോടും ആർദ്രതയുള്ള മനസ്സോടെ ഇടപെടുന്നവനാണ് ഒരു അപ്പോസ്തലൻ. എന്ത് മനസ്സാ? ആർദ്രതയുള്ള മനസ്സ്. ആർദ്രത എന്താണ്? ആർദ്രത എന്താണ്? അതെ, ആ പറഞ്ഞ ഭാഗങ്ങൾ, ആ 1 തെസ്സലോനിക്ക ലേഖനം 2:5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അതിനകത്ത് ഇങ്ങനെ കാണും. ഞാൻ ചുരുക്കമായി പറയാൻ എനിക്ക് കഴിയുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയട്ടെ. ഒരമ്മ തന്റെ മകനെ, ഒരമ്മ തന്റെ മക്കളോട് ആർദ്രതയുള്ളതായിരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്ര ആർദ്രതയുള്ളവരായി. എന്താണ് ആർദ്രത? അമ്മ മക്കളോട് കാണിക്കുന്ന ആർദ്രത എന്താണ്? മക്കളുടെ ഏത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും, ഏത് വലിയ പ്രശ്നങ്ങൾ വന്നാലും, അവരെ എത്ര വലിയ തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്താലും അവരമ്മേന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് വരുമ്പോൾ ആ അമ്മയുടെ മനസ്സലിയും. ആ അമ്മയുടെ മനസ്സലിയും. ഇതൊക്കെ വായിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് കൊച്ചുകുഞ്ഞു ഉപദേശി ഇങ്ങനെ പാടി: എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നേ. ആർദ്രതയുള്ള മനസ്സ്. ഒരമ്മ തന്റെ മക്കളോട് കാണിക്കുന്ന ആർദ്രതയുള്ളതുപോലെ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര ആർദ്രതയുള്ളവരായിരുന്നു, എത്ര പവിത്രമായി ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ നടന്നു. നോക്ക്, ഇതിനൊന്നും ഒരുത്തനും എതിര് പറഞ്ഞിട്ടില്ലല്ലോ. നീ അങ്ങനെ നടന്നില്ലയോ പൗലോസേ, നീ ഇങ്ങനെ നടന്നില്ലയോ എന്ന് ആരും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കാൻ ഒരു വഴിയുമില്ല, ഒരുത്തരും ചോദിക്കത്തില്ല. പൗലോസ് ചിലയിടത്തൊക്കെ അതിധൈര്യമായി വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ട്: ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചതല്ലാതെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വേറെന്ത് പ്രശ്നമാണ് ഉണ്ടായത് പറയടോ. മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ, പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ആർദ്രത. യേശുക്രിസ്തുവിനാൽ അയക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസൻ തന്നെ മേയ്ക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളുടെ മുന്നിൽ ഒരമ്മയുടെ ആർദ്രത മക്കളോട് വെളിപ്പെടുത്തുന്നത് പോലുള്ള ഒരാർദ്ര മനസ്സുള്ളവനായിരിക്കും എന്നതാണ് ഒരു സത്യം. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അടുത്ത ഒരു യോഗ്യതയോടെ പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു യോഗ്യത പ്രബോധിപ്പിക്കുക. പ്രസംഗം അടിച്ച് കേൾപ്പിച്ച് വേദപുസ്തകത്തിലുള്ള 31,000 ചില്ലുവാനും വാക്യങ്ങളുടെയും റഫറൻസ് വെച്ച് കാച്ചി, പിന്നെ മറ്റേ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പിന്നെ ഇംഗ്ലീഷും മലയാളവും, മലയാളം മാത്രം അറിയാവുന്നതിന്റെ മുമ്പിലും മംഗ്ലീഷേ വരത്തുള്ളൂ, ഇങ്ങനെയൊക്കെ അടിച്ചു കയറ്റി എന്തോ സംഭവമാണെന്ന് കസറുന്ന അപ്പോസ്തലന്മാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വേഷം കെട്ടുകൾ കൊണ്ടൊന്നും യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു രക്ഷയുമില്ല മക്കളെ. നിങ്ങൾ വളരെ താഴ്മയും വളരെ വിനയത്തോടുകൂടെയും വളരെ ആർദ്രതയോടുകൂടെയും ദൈവമക്കളെ പ്രബോധിപ്പിക്കണം. അവരുടെ വേദന നിങ്ങളുടെ വേദന, നമ്മുടെ വേദന അപ്പോസ്തലന്റെ വേദനയായിരിക്കണം. അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ അപ്പോസ്തലനെ ബാധിക്കുന്നതായിരിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മ വരുമ്പോൾ, അവർക്ക് സന്തോഷം വരുമ്പോൾ, അവരുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ ആ സന്തോഷവും നമ്മുടേതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പിടികിട്ടിയല്ലോ? പ്രബോധിപ്പിക്കുന്ന ഒരു മനസ്സ്, ഒരു പ്രബോധനാത്മക മനസ്സുള്ള ഉപദേശിയാണ് അപ്പോസ്തലൻ. അത് ഈ പറഞ്ഞ 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പരാമർശിച്ചത്. അതിലെ 12-ാമത്തെ വാക്യം എങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നത്? എങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നത്? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ: അപ്പൻ മക്കളോട് എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിച്ചും കൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ രാപ്പകൽ
നേരത്തെ പറഞ്ഞ ആർദ്ര ഹൃദയമുള്ളവരായി. നിങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറയും. നിങ്ങളെ ഓർക്കുമ്പോൾ നിന്റെ അനുഗ്രഹമല്ല ഞാൻ ക്യാൻസൽ ആക്കുന്നു എന്നല്ല പറയുന്നത്. ശാപവാക്കുകളെല്ലാം നിനക്ക് ഭവിക്കട്ടെ എന്നല്ല പറയുന്നത്. നിങ്ങളെ ഓർക്കുമ്പോൾ, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നെന്നറിയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറയുന്നു. അത് സന്തോഷത്തിന്റെ കണ്ണുനീരായി പുറത്തു വരുന്നു. അപ്പൻ മക്കളോടെന്ന പോലെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഒരപ്പൻ എങ്ങനെയാ തന്റെ മക്കളെ പ്രബോധിപ്പിക്കുന്നത്? എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അപ്പന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നത്? നിങ്ങളുടെ മക്കളെ പ്രബോധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോഴും നിങ്ങൾ അന്യഭാഷയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? അതോ നിങ്ങളുടെ മനസ്സിൽ വേറെ പല വിചാരങ്ങളും വരുമോ? എന്താ? വാശിയും വൈരാഗ്യവും ദുർചിന്തകളും ഒക്കെ കയറിയിട്ടാണോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശാസിക്കുകയാണോ? വാസ്തവത്തിൽ നിങ്ങൾ പ്രബോധിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അവരെ തർജ്ജനം ചെയ്യുകയാണോ ചെയ്യുന്നത്? അവരെ അടിക്കുകയോ തൊഴിക്കുകയോ അസഭ്യ വാക്കുകൾ കൊണ്ട് മൂടുകയാണോ ചെയ്യുന്നത്? അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവൻ തന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ ഒരു പിതാവ് തന്റെ മകനെ പ്രബോധിപ്പിക്കുന്നത് പോലെ ആയിരുന്നു. അവരുടെ ഭാഗത്ത് എന്തെല്ലാം തെറ്റുകളോ കുറ്റങ്ങളോ കണ്ടാലും ഏതെങ്കിലും മാതാപിതാക്കൾ അവരുടെ മക്കളെ ശപിക്കോ? നീ അങ്ങനെ പോണ്ടടാ, നീ മുടിഞ്ഞു പോണ്ടടാ എന്നൊക്കെ പറയുമോ? നീ അനുഗ്രഹമൊന്നും വേണ്ട, നീയൊക്കെ കേറി, നിന്റെ എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ ബ്ലോക്ക് ചെയ്യുമോ? കർത്താവിൽ ചോദിച്ചില്ലേ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ നിങ്ങൾ തേളിനെ കൊടുക്കുമോ? എടാ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളായവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നന്മ ഉപദേശിക്കുന്നവരും നന്മയിൽ ജനങ്ങളെ വഴി നടത്തുന്നവരും അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്നവരും അവരോട് ആർദ്രതയുള്ളവരും, അപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ സ്നേഹത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ സൗമ്യതയോടെ പ്രബോധിപ്പിച്ച് അവരെ നേരായ വഴികളിൽ നടത്താൻ അത്യധ്വാനം ചെയ്യുന്നവരുമാണ് കർത്താവായ യേശുവിന്റെ അപ്പോസ്തലന്മാർ. സമയം ഒത്തിരി ആയതുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്താൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ലൈവിൽ ചിന്തിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, 3-4 കാര്യങ്ങൾ നമ്മൾ ഓർപ്പിച്ചു. അപ്പോസ്തോലിക ലക്ഷണങ്ങൾ: പൂർണ്ണ സഹിഷ്ണുത, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. ഇന്നത്തെ അപ്പോസ്തലൻ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളിൽ കൂടെ ഇതിൽ ഏത് പരിപാടിയാണ് നടത്തുന്നത്? പലപ്പോഴും നിങ്ങൾ പറയുന്ന പരിപാടിയെല്ലാം വ്യാജമല്ലേ? അതങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ധാരാളം പറയാനുണ്ട്. അതുപോട്ടെ. അടുത്തതായി നോക്കൂ, ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് പിന്നെ പറയാം. എന്തായാലും അടുത്ത കാര്യം, ആർദ്രതയുള്ളവർ. ആർദ്രതയോടെ നിങ്ങളുടെ ജനങ്ങളോട് നിങ്ങൾ ആർദ്രതയോടെയാണോ പെരുമാറുന്നത്? ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സഭയിലെ അംഗങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, അവരുടെ വേവലാതികൾ പങ്കുവെക്കുമ്പോൾ, അവരുടെ ആവലാതികൾ ബോധിപ്പിക്കുമ്പോൾ, പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയെ, അപ്പോസ്തലൻ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവമായി കാണുന്ന വലിയൊരു കൂട്ടം വിശ്വാസികൾ ഈ കേരളക്കരയിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. അങ്ങനത്തെ ഒരു ആത്മാവിലാണ് എല്ലാവരും ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ദൈവതുല്യരായി കാണുന്ന മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്ത് ആർദ്രതയെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്? നിങ്ങൾ എന്ത് സൗമ്യത അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്? ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ആർദ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പിന്നെ നിങ്ങൾ അവരെ സൗമ്യതയുടെ ആത്മാവിൽ അപ്പൻ മക്കളോട് എന്ന പോലെ അവരെ പ്രബോധിപ്പിക്കണം. ഇതുവരെയും അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മുകളിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, കൃപയുടെ മീതെ കൃപ ദൈവം നിങ്ങൾ പകരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ മാതൃകയാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ അപ്പോസ്തലനല്ല, ഞാൻ പ്രവാചകനല്ല, ഞാൻ പാസ്റ്ററുമല്ല, ഞാൻ ആരുമല്ല. ഞാൻ കേവലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ.
എന്നെ അത് മാത്രം ചിന്തിച്ച് ഞാൻ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് കൂടുതലൊന്നും എനിക്ക് പുകഴാനില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുമ്പോൾ എനിക്ക് കാട്ടത്തിപ്പഴവും പെറുക്കിക്കൊണ്ട് ആടുകളെ മേയിച്ചുകൊണ്ട് ഏതെങ്കിലും കാട്ടിലിരിക്കാൻ പറ്റുകയില്ല. അത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ മനസ്സ് അവിടെ പോണം, ആമോസിന്റെ അടുത്ത് പോണം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ശക്തമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ സഹിഷ്ണുതയുള്ളവരായി നിൽക്കാൻ ശ്രമിക്കാം, ആർദ്രതയുള്ളവരായി നിൽക്കാൻ ശ്രമിക്കാം. പിന്നെ അപ്പൻ മക്കളെ പ്രബോധിപ്പിക്കുന്നത് പോലുള്ള പ്രബോധനാത്മകമായ നിർദ്ദേശങ്ങൾ ദൈവജനത്തിന് കൊടുത്ത് കർത്താവിന്റെ വരവ് വരെ അവരെ തേജസ്സോടെ ഇവിടെ നിലനിർത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.